യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആഗോള കത്തോലിക്ക സഭ ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മൾ ആദ്യമേ തന്നെ പെന്തക്കോസ്ത എന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പെന്തക്കോസ്തേ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം 50-ാമത്തേത് എന്നാണ്. പെസഹായ്ക്ക് ശേഷം 50-ാം ദിവസം ആചരിച്ചിരുന്ന തിരുനാളാണ് ഇത് സൂചിപ്പിക്കുക. യഹൂദർ ഇതിനെ വിളവെടുപ്പിന്റെ തിരുനാൾ എന്നുകൂടെ ആഘോഷിച്ചിരുന്നു. ആഴ്ചവട്ടങ്ങളുടെ ഉത്സവം അഥവാ കതിരുകളുടെ തിരുനാൾ എന്ന് വിളിച്ചിരുന്നു. കൊയ്തെടുത്ത ഗോതമ്പിൽ നിന്ന് അപ്പമുണ്ടാക്കി ആദ്യ ഫലമായി കർത്താവിന് സമർപ്പിച്ചാണ് ഇത് ആഘോഷിച്ചിരുന്നത്. സീനായി പർവ്വതത്തിൽ ദൈവം യഹൂദ ജനതയ്ക്ക് തോറ നൽകിയതുമായി ബന്ധപ്പെടുത്തി പിന്നീട് ഈ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 50-ാം ദിനത്തിലായിരുന്നു അത്രേ അത് സംഭവിച്ചിരുന്നത്. അങ്ങനെ തുടങ്ങുകയാണ് പെന്തക്കോസ്ത എന്ന തിരുനാളിന്റെ അർത്ഥം എന്ന് പറയുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മാതാവും ശിഷ്യന്മാരും പെന്തക്കോസ്ത തിരുനാളിനോട് അനുബന്ധിച്ച്, അപ്പോസ്തല പ്രവർത്തനത്തിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. പെന്തക്കോസ്ത തിരുനാളിനോട് അനുബന്ധിച്ച് അവർ ഒരുമിച്ച് കൂടിയ ആ ഒരു ദിവസമായിരുന്നു. അന്നേ ദിവസം അവിടെ ഒരു കൊടുങ്കാറ്റിന്റെ ശബ്ദമുണ്ടാവുകയും അത് അവർ ഇരുന്ന വീടിന് മുഴുവൻ നിറഞ്ഞുകയും ചെയ്തു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു എന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ പെന്തക്കോസ്ത തിരുനാളിനോട് അനുബന്ധിച്ച് അവരെല്ലാവരും ഒരുമിച്ച് കൂടി എന്നാണ് പറഞ്ഞു വെക്കുക. അതായത് വിളവെടുപ്പിന്റെ വിളവ് ആദ്യ ഫലം നൽകുന്ന ആ ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയും അവർ എന്താണ് അവിടെ ദൈവത്തിന് കാഴ്ചവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തന്നെയാണ്. സഭയുടെ ആരംഭമായ അന്നേ ദിവസം അവർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് അവരുടെ ദിവസം ആരംഭിക്കുകയാണ്. ഇവിടെ പറയപ്പെടുന്നുണ്ട് 3-ാം മണിക്കൂറിലാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് സഭ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. 3-ാം മണിക്കൂർ എന്ന് പറയുമ്പോഴും ഈ കാഴ്ച വസ്തുക്കളൊക്കെ ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെടുന്ന അതേ സമയമാണ്. അതായത് ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്ന അതേ സമയമായിരുന്നു അതെന്ന് പറയുക. അതായത് അവിടെ സമർപ്പിക്കപ്പെട്ട ബലി വസ്തുക്കളായിട്ട് മാറിയ അതേ സമയത്ത് ഇവിടെ ഇവരുടെ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും സാന്നിധ്യത്തിൽ ബലിവസ്തുക്കളായിട്ട് മാറുന്നത് അവർ തന്നെയാണ്. പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശവും അത് തന്നെയാണ്. ഞാനും നിങ്ങളും ഒരു ബലിവസ്തുവായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ബലിവസ്തുവായി മാറുക എന്ന് പറയുമ്പോൾ വെറുതെ മുറിക്കപ്പെടുക എന്ന് മാത്രമല്ല, മറിച്ച് ഞാനൊരു നാവായിട്ട്, അഗ്നിയുള്ള നാവായിട്ട് മാറേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. അഗ്നിയുടെ നാവായ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുകയാണ്. ക്രിസ്തു പറഞ്ഞിട്ട് പോയ അതേ പരിശുദ്ധാത്മാവ്, ആ സഹായകനെ നാം സ്വീകരിക്കുകയാണ്. ആ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഞാനൊരു ബലിവസ്തുവായിട്ട് മാറണം. ഇവിടെ തന്റെ ശിഷ്യന്മാർക്ക്, യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഈ പരിശുദ്ധാത്മാവ് തങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ പല ഭാഷയിൽ സംസാരിക്കുകയും അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവർ പരിശുദ്ധാത്മാവിനാൽ വെളിപാടുകൾ സംസാരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാനും ഒരു പുതിയൊരു ബലിവസ്തുവായിട്ട് മാറേണ്ടിയിരിക്കുന്നു. എന്ത് ബലിവസ്തുവായിട്ട് മാറുക എന്ന് പറയുമ്പോൾ എന്നിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യപ്പെടുന്ന നന്മയുള്ള ബലിവസ്തുവായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഞാനും സ്വമേധയാ കാഴ്ചവെക്കാം. ആദ്യ ഫലമായ എന്നെ തന്നെ നമുക്ക് കാഴ്ചവെക്കാം, ക്രിസ്തുവിന് കാഴ്ചവെക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കടന്നു വരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില പ്രവൃത്തികൾ കൂടെയുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട്, യേശുവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമുക്ക് നൽകുന്ന സന്ദേശം. ആയതിനാൽ പ്രിയമുള്ളവരെ,
ജ്ഞാനസ്നാനത്തിൽ ഞാൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ, അഗ്നിയുടെ ആ നാവുകളെ വീണ്ടും ജ്വലിപ്പിക്കാം. അതിലൂടെ മറ്റുള്ളവർക്ക് നന്മ പകരുന്ന ഒരു ബലിവസ്തുവായിട്ട് നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.